അയ്യോ, നക്ഷത്ര തടാകം തുടങ്ങിയിട്ട് തീരാറായി. ഞങ്ങൾ പോണത് ഇന്നാണ്. 29 വൈകുന്നേരം ഞാനും അമ്മയും കൂടിയിട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ മുതലേ നല്ല രസമാണ്. ചുറ്റും നക്ഷത്രങ്ങൾ. ഇതെല്ലാ കൊല്ലവും ഉണ്ടാവാറുള്ള പരിപാടിയും കൂടിയാണ്. അമ്മ ഇനി എങ്ങനെ നടന്നു പോകുന്നു വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ്. കാരണം വണ്ടിയും കൊണ്ട് നമുക്ക് അങ്ങേറ്റത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ സേഫായിട്ടൊരു സ്ഥലത്ത് വണ്ടി വെച്ചു. എന്നിട്ട് നമ്മൾ നേരെ നടന്നു. ഷാജേട്ടനൊന്നും കൂടെ ഇല്ലായിരുന്നു. സലീമ കുളിക്കാൻ പോയിക്കോന്ന്, കുളിച്ചിട്ടായിരിക്കും വരുവുള്ളൂ എന്ന് വിചാരിച്ചു. ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഇവിടെ പോണത്. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ എപ്പോഴും കൂടെ കാണും. പിന്നെ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി. കുറേ കളിപ്പാട്ടങ്ങളും കുറേ ബലൂൺ, അങ്ങനെ ഒരുപാട് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. തീറ്റ സാധനങ്ങളായിട്ടും അല്ലാതെയായിട്ടും ഒക്കെ. തുടക്കം പോലെ അവിടെ കയറി ചെല്ലുമ്പോൾ പോലെ ഇറങ്ങുന്ന വരെ ഒരു വലിയ ബഹളവും കുറേ കളറുകളും ലൈറ്റുകളും ഭയങ്കര രസമാണത്. ഒരുപാട് ദൂരത്തുനിന്ന് ഒരുപാട് ആൾക്കാർ വരാനുണ്ട്. എല്ലാ ജാതി മത ഭേദമന്യേ എല്ലാ ആൾക്കാരും വരുന്നുണ്ട്. ഈ യൂണിറ്റ് തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷമാണ്. പിന്നെ ഒരുപാട് കച്ചവടക്കാർ, അവർക്കുടെ കാര്യങ്ങൾ, അങ്ങനെ എല്ലാ സംഭവങ്ങളും. പിന്നെ കുറേ അധികം റൈഡ്സും പിള്ളേർക്കും വലിയവർക്കൊക്കെ പറ്റി കുറേ റൈഡ്സും ഉണ്ട്. എൻ്റെ പേഴ്സണൽ ATM വന്നിട്ടില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ ഒന്നിനും കയറിയില്ല. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സമാധാനമായിട്ട് ഇങ്ങനെ നടന്ന് അന്വേഷിച്ച് പറക്കി ഓരോന്ന് കണ്ട് 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 അങ്ങനെ പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ അമ്മ പറഞ്ഞു നമ്മൾക്കൊരു ഐസ്ക്രീം കഴിക്കാമെന്ന്. എവിടെ തിരിഞ്ഞ് നോക്കിയാലും ഐസ്ക്രീം ഉണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇവിടെ ഒരു സാധനം പോലും ഉണ്ടാവില്ല. തരിശായ ഒരു വലിയ പ്രദേശമായിരിക്കും ഇത്. ഞാൻ ഐസ്ക്രീം കഴിച്ചില്ല. അമ്മയ്ക്കൊരു ഐസ്ക്രീം മേടിച്ച് കൊടുത്തു. അത് പിന്നെ ഞങ്ങൾ പിന്നെയും കുറച്ച് നേരം കൂടി കറങ്ങുകയാണ്. സ്റ്റേജിൽ എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട്. പക്ഷേ പ്രസംഗം അങ്ങനെ എന്തോ സംഭവമായിരുന്നു. കാര്യമായിട്ടുള്ള കലാപരിപാടികൾ തുടങ്ങിയിട്ടില്ല. അങ്ങനെ തുടങ്ങുന്ന ആരും പെട്ടെന്ന് പറഞ്ഞുമില്ല. അപ്പോൾ കുറച്ചും കൂടി നേരം നിന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കറങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും പരിപാടി തുടങ്ങാറായി. ഇനിയിപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും കുറിക്കണമല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് ബജിയും മേടിച്ച് കവറിലിട്ട് കൈ പിടിച്ച് പോന്നു. കയറി കഴിഞ്ഞപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് കുറച്ചധികം ആൾക്കാർ ഇരിക്കുന്നുണ്ട്. നമുക്ക് പിന്നെ ഇരിക്കാൻ സ്ഥലമൊന്നുമില്ല. അപ്പോൾ ഒന്ന് പപ്പാനെ പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിനെ പോയി കണ്ടു വന്നു. അവിടെ കസേര ഇരിക്കണ്ടായിരുന്നു, പക്ഷെ എടുക്കാനൊരു ചമ്മലേ. ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യാന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു വോളണ്ടിയർ പയ്യൻ വന്നു. അപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞു, അവൻ 2 കസേര എടുത്തു തന്നു. അങ്ങനെ അവിടെ ഇരുന്നു. ഈ ചേട്ടൻ്റെ പാട്ട് കൊള്ളായിരുന്നു. നമ്മുടെ അഴകിയയിലായിരുന്നു പാടിയത്. അങ്ങനെ പാട്ടും കേട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. തിരിച്ച് വീട്ടിലേക്ക് വരണമല്ലോ. അപ്പോൾ ഈ പൊട്ടറ്റോടെ ഈ സാധനം മേടിക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഇങ്ങനെ ചുറ്റി 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 സംഭവം ആക്കില്ലേ. കഴിവലൊന്നുമില്ല, ചുമ്മാ എരിഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കി എടുക്കുകയാണ്. പിന്നെ ഒന്ന് ട്രൈ ചെയ്യണമല്ലോ. അങ്ങനെ ഞാൻ ട്രൈ ചെയ്തു. വലിയ കുഴപ്പമില്ലാതില്ല, എന്നാലും ഒരു ഒരു ഇത്. പിന്നെ നമുക്കൊക്കെ ക്യൂരിയോസിറ്റി ആണല്ലോ, ജിജ്ഞാസേ, അതിൻ്റെ പുറത്ത് വാങ്ങിച്ചതാണ്. അമ്മ കണ്ടപ്പോൾ തന്നെ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാപ്പമാണിത്. ഈ പൊരിയും പിന്നെ ഇത് മിക്സ് ആയിട്ടൊരു സംഭവം, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ഇതിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് മേടിച്ചാണ്. പക്ഷെ കൊടുക്കാൻ ഷോപ്പിൽ പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ പയ്യനവൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ അടിപൊളിയാണ്. അവനാണ് കുറച്ച് സാധനങ്ങൾ എടുത്തും ബാക്കി ഇതൊക്കെ തന്നത്. കണക്കൊക്കെ കൂട്ടണം, നല്ല രസമാണ്. ഈ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കഴിഞ്ഞ തവണ ഞാനൊരു പാമ്പിനെയൊക്കെ മേടിച്ചായിരുന്നു. ആ ഒരു ഇതിലോടുകൂടി ഞാൻ കുറച്ച് ബാർഗൈൻ ചെയ്ത് 1-2 സാധനങ്ങൾ മേടിച്ചു. ഇത് പിന്നെ കൊലുസ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ്. ഇത് പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങളും പിന്നെ തിന്നാൻ വേണ്ടി ഒരു സംഭവം. അത് ഞാൻ എപ്പോഴും മേടിക്കും. പക്ഷെ അമ്മയ്ക്കൊന്നും ഇഷ്ടമല്ല, എനിക്കിഷ്ടമാണ്. അങ്ങനെ വീട്ടിൽ പോകാൻ തുടങ്ങുകയാണ്. അപ്പം ഇന്നത്തേക്ക് ഇത്രയോളം. ബൈ.